നമുക്ക് എറണാകുളം ബസ് സ്റ്റാൻഡിലേക്ക് കൂടി പെട്ടെന്നൊന്ന് പോകാം. സജോ ദേവസ്യ, ഗുഡ് ഈവനിങ്. ഇന്നിപ്പോൾ നിൽക്കുമ്പോൾ കുഴപ്പമില്ലായിരിക്കും, പക്ഷേ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ അത്, അല്ലേ സജോ? സുജയ, രണ്ട് മഴയൊക്കെ പെയ്തു, ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു, അതുകൊണ്ട് ആശ്വാസം. ഞാൻ നിൽക്കുന്ന KSRTC എറണാകുളം KSRTC ബസ് സ്റ്റാൻഡാണ്. നേരെ ആ കാണുന്ന KSRTC ബസ് സ്റ്റാൻഡാണ്. തൊട്ടു പുറകിൽ ഞാൻ നിൽക്കുന്നത് മുല്ലശ്ശേരി കനാലാണ്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്നടക്കമുള്ള വലിയ പദ്ധതി പ്രഖ്യാപനങ്ങളും യഥാർത്ഥത്തിൽ ഈ കാണുന്ന തോട് ഒരു തവണ നവീകരിച്ചതാണ്, സമീപ ദിവസങ്ങളിലൊന്നും ക്ലീൻ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. അതാണ് കാഴ്ച. നേരെ എതിർഭാഗത്ത് എതിർഭാഗത്തേക്ക് കൂടി ദൃശ്യങ്ങൾ കാണണം. അതായത് നമ്മളോടൊപ്പം ഇവിടുത്തെ നാട്ടുകാർ കൂടി ചേരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അതായത് ഈ KSRTC ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികം കാലമായിട്ട് മഴക്കാലത്ത് വെള്ളം കയറും, എതിർഭാഗത്തുള്ള വീടുകളിൽ വെള്ളം കയറും. ഇതൊരു പ്രധാനപ്പെട്ട കനാലാണ്, ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ പ്രദേശത്ത് വെള്ളക്കെട്ടിലാക്കുന്ന, ഒപ്പം ഇതിൻ്റെ അവസ്ഥ കണ്ടല്ലോ. ഇത് നവീകരിക്കണമെന്ന ആവശ്യമുണ്ട്. പല പദ്ധതികളുണ്ട്, ഒരു ഭാഗത്തൊക്കെ പണി തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഇതാണ് അവസ്ഥ. ചേട്ടാ, എന്താണ് ശരിക്കും ഇതിൻ്റെ അവസ്ഥ? ഇത് ഈ നവീകരണ പദ്ധതികൾ ഉണ്ടെന്നാണല്ലോ കോർപ്പറേഷൻ. നവീകരണ പദ്ധതികൾ ഉണ്ടെന്ന് പറയാറുണ്ട്. 10 പൈസയുടെ നവീകരണം ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അതായത് ഈ കനാല് ആദ്യം വെറുതെ തോടായിരുന്നു. ആ തോടുന്ന നിലയിൽ ഈ ബീരാങ്കുഞ്ഞ് സാഹിബ് എന്നൊരു CPIയുടെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ 2 വർഷം, ഒരു 72 ആ കാലത്ത് എന്ത് ചെയ്തു? ഈ 2 സൈഡിൽ കാൽപ്പറ്റി കല്ലിയിട്ടില്ലേ, പിന്നൊരു വർക്ക് നടന്നില്ല. അതിനുശേഷം ഈ കനാലിലേക്ക് സാധനം ചേർന്നില്ല. ഇവിടെ വന്നുകൊണ്ട് ഈ കനാല് കോരും എന്നുള്ളതാണ്ട്, കോരിക്കഴിഞ്ഞാൽ ഈ അരിയത്ത് കാട്ടി വെക്കും. ഈ അരിയത്ത് വെച്ച് കഴിഞ്ഞാൽ നേരെ അടുത്ത മഴ ദിവസങ്ങളിൽ കോരി എന്ന് പറഞ്ഞപ്പോൾ ഇത് കോരി ഈ കാടൊക്കെ വെട്ടി അരികത്ത് തന്നെ വെച്ചു. അതാണ് ഈ ദൃശ്യങ്ങൾ, അതാണ് അവസ്ഥ. അതാണ് ഇന്നലെ വന്ന മഴയ്ക്ക് ഈ സാധനം കംപ്ലീറ്റ് താഴേക്ക് പോകുന്നു, ആ ചെളിയെല്ലാം കംപ്ലീറ്റ് പോകുന്നു. ഇപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് എത്ര പറഞ്ഞാലും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യില്ല. ഇപ്പം ഇതൊന്ന് മേയറോ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറോ നമുക്ക് കുറ്റം പറയില്ല. ഇത് ചെയ്യുന്ന കോൺട്രാക്ടിനെ നോക്കാൻ വേണ്ടി വെള്ളമൊന്നും അനങ്ങുന്നതേയില്ല. വെള്ളം കെട്ടിക്കിടക്കുന്നു, നല്ല കറുത്ത് കാളിന്തി പോലെ കിടക്കുന്നതാണ് ആ തോട്ടിൽ നമ്മൾ കാണുന്നത്. KSRTC ബസ് സ്റ്റാൻഡിന് തൊട്ടിപ്പുറത്തുള്ള കാഴ്ചയാണിത്. ഇവിടെയും കൃത്യമായ ഇടപെടൽ വേണം. മഴ വരികയാണ്. ആ മഴക്കാലത്തിന് മുൻപ് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കേണ്ടതുണ്ട്. താങ്ക് യു സജോ ദേവസ്യ, എന്താണ് അവിടുത്തെ സ്ഥിതിയെന്ന് കാട്ടിത്തന്നതിന്. അപ്പോൾ